അങ്ങനെ നമ്മുടെ അനി വായ് തുറന്നിരിക്കുകയാണ്, കൂട്ടുകാരോട് പറയുകയാണ്, നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്, നന്ദുവിന് സമ്മതമാണെങ്കിൽ അനാമികയുമായിട്ട് വിവാഹം ഉറപ്പിച്ചതിലൊന്നും ഒരു പ്രശ്നമില്ല, നന്ദുവിനെ സ്വീകരിക്കാൻ അനി തയ്യാറാണ് എന്നിങ്ങനെ വാ തുറന്നിരിക്കുകയാണ് ഒടുവിൽ നമ്മുടെ അനി. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ദേവയാനി വന്നിട്ട് നമ്മുടെ ജാനകിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അജയൻ്റെയും അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഈ പറയും പോലെ അനിയുടെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടി ഈ കുടുംബത്തിൻ്റെ നമ്മുടെ അന്തസ്സിനൊത്ത ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നിനും ഒരു കുറവും വരുത്തരുത്. അതുപോലെ തന്നെ അനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അനാമികയുടെ മുന്നിൽ അനിക്ക് ഒന്നിനും ഒരു കുറവും വരരുത്, അതുകൊണ്ട് അനിയെ ഒരു 3-4 ബ്രാഞ്ച് ഏൽപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, അതുപോലെ നമ്മുടെ നയനയ്ക്കും നവ്യയ്ക്കും അനാമികയോട് കുശുമ്പാണ്, അതുകൊണ്ട് അവരെ കൂടുതലായിട്ട് അടുപ്പിക്കേണ്ട എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജാനകി ചോദിക്കുകയാണ്, ഏയ് അങ്ങനെയൊന്നുമില്ല, നവ്യയുടെ കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ അത് ഏട്ടത്തി പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ നയനയുടെ കാര്യത്തിൽ അങ്ങനെ ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയണം, അതൊക്കെ നിൻ്റെ വെറും തോന്നലാണ്, അല്ലെങ്കിലും അർഹതയില്ലാതെ കയറി വന്നവളുമാരല്ലേ അവൾ, എപ്പോഴും നിങ്ങളൊക്കെ അവളുടെ പക്ഷത്തല്ലേ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവുകയാണ്. പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അജയൻ പറയുകയാണ്, ഏട്ടത്തി ഇനി എന്നാണോ എന്തോ സ്വന്തം മരുമകളെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇനി എന്നാണോ എന്തോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജാനകി പറയുകയാണ്, ഏയ് അതെന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവാൻ പോണില്ല എന്നിങ്ങനെ പറയുകയാണ്. അതേസമയത്ത് നന്ദുവും ഫ്രണ്ട്സും റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദുവിൻ്റെ ടെൻഷൻ കണ്ടിട്ട് ഫ്രണ്ട്സ് ആവുന്നതുപോലെ നന്ദുവിനോട് ചോദിക്കുകയാണ്, എന്താ നന്ദു, എന്താ കാര്യം, എന്തിനാ നീ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, നീ നിനക്കെന്താ വിഷാദ രോഗം വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പം നന്ദു പറയണേ, ഏയ് എനിക്കങ്ങനെ ഒരു കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് പറയണേ, നീ ഇതെന്ത് വർത്താനാണ് നന്ദു ഈ പറയുന്നത്, ഞങ്ങൾ നിന്നെ കാണുന്നത് ഇന്ന് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, നിനക്കിപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു പറയണേ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്സ് പറയുകയാണ്, എന്തായാലും നീ ആയിട്ടൊന്നും പറയൂല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ കണ്ടുപിടിച്ചോളാം എന്താണ് നിൻ്റെ പ്രശ്നം എന്നുള്ള കാര്യം, നമ്മൾ തന്നെ കണ്ടുപിടിച്ചോളാം എന്നിങ്ങനെ ഫ്രണ്ട്സ് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട്സ് അവിടെ നിന്ന് പോവുകയാണ്. നന്ദു ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വിഷാദ രോഗികളെ പോലെ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ നന്ദു. അതിനുശേഷം നമ്മുടെ അനിയെ കാണുകയാണ്, നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി അനിയെ കാണുകയാണ്. അനിയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്, നന്ദുവിൻ്റെ ഇപ്പോഴും ഉണ്ടായ മാറ്റത്തെക്കുറിച്ചും നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതിനെക്കുറിച്ചും ഒട്ടും നന്ദു ആക്റ്റീവല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനി പറയുകയാണ്, നിങ്ങളോട് പറയാൻ വേറൊന്നും അല്ല, അതിൻ്റെ കാരണം നന്ദു ഇങ്ങനെയൊക്കെ ഇപ്പോൾ പെരുമാറുന്നതിൻ്റെ പിന്നിൽ ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, അതിന് അനി എന്ത് തെറ്റ് ചെയ്തു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, നന്ദുവിന് എന്നോട് ഇഷ്ടമാണ്, എനിക്ക് നന്ദുവിനോട് അങ്ങനെ തന്നെയാണ്, പക്ഷെ നമ്മൾ രണ്ടുപേരും പരസ്പരം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ എൻ്റെ കല്യാണമൊക്കെ ഉറച്ചിരിക്കുന്ന സമയമാണ്, അതുമാത്രമല്ല വിവാഹമൊക്കെ വിളിച്ചു തുടങ്ങി. അങ്ങനെയാണെങ്കിൽ പോലും നന്ദു എന്നോട് ഒരു വാക്ക് പറയുകയാണെങ്കിൽ, നന്ദു എനിക്കൊപ്പം ജീവിക്കാൻ തയ്യാറാണെന്നൊരു വാക്ക് പറയുകയാണെങ്കിൽ നന്ദുവിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, അനാമിക എനിക്കൊരു പ്രശ്നമേ അല്ല എന്നിങ്ങനെ അനി പറയുകയാണ്. അതിങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അതിനുശേഷം അനി അങ്ങ് പോവുകയാണ്. അനി പോകുന്ന സമയത്തിന് നമ്മുടെ ഫ്രണ്ട്സ് ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ പ്രശ്നത്തിന് ഒരു പോംവഴി കണ്ടുപിടിക്കണമല്ലോ. ഇപ്പോൾ അനി ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ കാര്യം ഇപ്പം നമ്മൾ എങ്ങനെ ഇപ്പോൾ ഈ കാര്യം നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അനിക്കൊപ്പം ജീവിക്കാൻ തയ്യാറാണ് എന്ന് നന്ദു ഒരു വാക്ക് പറയുകയാണെങ്കിൽ അനി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെന്ന് പറഞ്ഞാൽ നന്ദു അതിന് തയ്യാറാവോ, ഇപ്പോൾ പോലും നന്ദു നമ്മളോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല, പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരാൾ പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നയനേട്ടത്തിയെ പോയി കാണാം, നയനേച്ചി അവൾ തമ്മിൽ നല്ല ബോണ്ടിങ് ആണ്, നമ്മൾ നയനേച്ചിയുടെ അടുത്ത് പറയുകയാണെങ്കിൽ നയന ചേച്ചി ഇതിനുള്ളൊരു പരിഹാരം കണ്ടുപിടിക്കും എന്നിങ്ങനെ പറയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നയന ചേച്ചിയെ കാണാൻ നമ്മൾ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, അതിനെന്താ നമുക്ക് അനന്തപുരിയിലേക്ക് പോയിക്കൂടെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ബൈക്കിൽ അനന്തപുരിയിലേക്ക് വച്ച് പിടിപ്പിക്കുകയാണ്. അനന്തപുരിയിലേക്ക് വരികയാണ്, വണ്ടിയൊക്കെ ഒരിടത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കനക
കാണുകയാണ് നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട്സിനെ കനക കാണുകയാണ്. അപ്പോൾ കനക ഇങ്ങനെ നിന്ന് നോക്കിയിട്ട് കനക പറയണേ, ഇത് നന്ദുവിൻ്റെ ഫ്രണ്ട്സാണല്ലോ, യവന്മാരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്, യവന്മാർക്ക് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കനക അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കനക ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറയാണ്, നയന ചേച്ചിയെ കാണാൻ വന്നതാണ്. നയനെ കാണാനോ? നയനെ കാണാൻ ഇപ്പം ഇങ്ങോട്ട് വരാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? വിട്ടോ എന്നിങ്ങനെ പറയണ കനക. അപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് പറയണം, നമ്മളങ്ങനെ ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് വന്നതല്ല, നയന ചേച്ചിയെ കണ്ട് ഞങ്ങൾക്ക് അർജൻറ്റായിട്ടൊരു കാര്യം പറയണം, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. എന്ത് കാര്യമാണ് ഇപ്പം നയനയോട് പറയാനുള്ളത്? ഇനി നയനയോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞോളാം നയനയോട്. അത് പിന്നെ നയന ചേച്ചിയോട് പറയേണ്ട കാര്യമാണ്. അതെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവളുടെ അമ്മയായ എനിക്കറിയണ്ടേ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന്. അത് പിന്നെ നന്ദുവിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. നന്ദുവിൻ്റെ എന്ത് കാര്യമാണ് പറയാനുള്ളത്? അത് നന്ദുവിൻ്റെ ഇപ്പോഴത്തെ വിഷാദമില്ലേ, അതിനുള്ള കാരണം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നന്ദുവിന് എന്ത് വിഷാദം ഉണ്ടെന്നാണ് ഈ പറയുന്നത്? ആൻറ്റി ഇങ്ങനെയൊന്നും പറയരുത്. നന്ദു പണ്ടത്തെ കണക്കൊന്നുമല്ല, നന്ദു ഒട്ടും ആക്റ്റീവല്ല, എപ്പോഴും സങ്കടമാണ് നന്ദുവിന്. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റി എന്നിങ്ങനെ പറയണം. അപ്പോൾ കനക ചോദിക്കണേ, എന്താ എൻ്റെ കാരണം, നിങ്ങൾ എന്നോട് പറ എന്നിങ്ങനെ പറയണേ. അപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് പറയണേ, അത് മറ്റൊന്നുമല്ല, അതിന് കാരണം ഇവിടുത്തെ ചെക്കൻ തന്നെയാണ്. ആര്? അനി. ഇവിടുത്തെ അനന്തപുരിയിലെ അനി തന്നെയാണ് നന്ദുവിൻ്റെ സങ്കടമെന്ന് നമുക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയണം. അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ പറയണം. അതിന് നയനേച്ചിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ കനക ചോദിക്കുകയാണ്, അങ്ങനെ ഇവിടെ ഒരു പരിഹാരവും ഒരു കാര്യവുമില്ല, അനിയോട് നന്ദുവിന് ഒരു അടുപ്പവുമില്ല, വെറുതെ ആവശ്യമില്ലാത്തത് നിങ്ങൾ പറയാൻ നിൽക്കേണ്ട കേട്ടോ. ഇത് ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ല, ഇവിടുത്തെ അനി തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. അനിക്ക് നന്ദുവിനെ വലിയ ഇഷ്ടമാണെന്നും നന്ദുവിന് തിരിച്ചും അങ്ങനെ ഉണ്ടെന്നും, നന്ദു ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്ന കല്യാണം പോലും വേണ്ടെന്ന് വെക്കുമെന്നൊക്കെ അനി ഞങ്ങളോട് പറഞ്ഞതാ. അത് നയനേച്ചിയോട് പറഞ്ഞ് ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ പരിഹാരം കാണണ്ട. ഈ വീട്ടിലോട്ട് നോക്കിയേ, എത്ര വലിയ വീടാണ്, കൊട്ടാരം പോലത്തെ വീടല്ലേ ഇത്. ഈ വീട്ടിൻ്റെ പടിവാതിക്ക വന്ന് എത്തി നോക്കാനുള്ള യോഗ്യത എനിക്കും എൻ്റെ മക്കൾക്കും ഒന്നുമില്ല, നിങ്ങൾക്കും ഇല്ല. മനസ്സിലായല്ലോ? എന്നിട്ട് ഞങ്ങളിവിടെ കയറിപ്പറ്റി. നല്ല വഴിയിലൂടെയൊന്നും അല്ല ഞങ്ങളിവിടെ കയറിപ്പറ്റിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ കുടുംബത്ത് എൻ്റെ 2 പെൺമക്കൾ താമസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും അവർക്കൊരു സ്വസ്ഥതയൊന്നും കിട്ടിയിട്ടില്ല. ഈ കുടുംബത്ത് എൻ്റെ മക്കളെ 2 പേര് മരുമക്കളായിട്ട് താമസിക്കുന്നെങ്കിലേ ഇവിടെ ആരും അവരെ അംഗീകരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇനി ഇവളും കൂടെ ഇങ്ങോട്ട് പോരാത്തതിൻ്റെ കുറവേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന കണക്കേ നന്ദുവിനെ അനി ഇങ്ങോട്ട് കൊണ്ടുവന്നാലുണ്ടല്ലേ, ബാക്കിയുള്ള എൻ്റെ 2 പെൺമക്കളെ എൻ്റെ വീട്ടിലോട്ടങ്ങ് പോരേണ്ടി വരും. അതുകൊണ്ടേ ഈ വർത്താനമൊന്നും ഇനി വേണ്ട. അതുകൊണ്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും കേട്ടിട്ടുമില്ല. അതുകൊണ്ട് വിട്ടോ എന്നിങ്ങനെ പറയുകയാണ്. ഇത് എല്ലാം മോളിൽ നിന്നിട്ട് നമ്മുടെ നയന കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നതെന്ന് നയനയ്ക്ക് വ്യക്തമാവുന്നില്ല. പക്ഷേ എന്തൊക്കെയോ അവിടെ സംസാരിക്കുന്നു എന്നുള്ള കാര്യം നയനയ്ക്ക് മനസ്സിലാവാണ്. നയന അത് തന്നെ ശ്രദ്ധിച്ച് മോളിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കനക പറയുകയാണ്, ഇനി ഈ കാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. നിങ്ങൾ നന്ദുവിൻ്റെ നല്ല ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾ കുട്ടിക്കാലം മുതൽക്ക് നന്ദുവിനെ അറിയുന്നവരല്ലേ, നിങ്ങൾക്ക് നന്ദുവിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു സങ്കടമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി മാറ്റിയെടുത്തൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ കനക പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറയുകയാണ്, അത് അനിയൊരു ജീവിതം കൊടുക്കുമെങ്കിൽ അതല്ലേ നല്ലത്, നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പിള്ളേരെ, നിങ്ങൾ ആദ്യം ഒരു കാര്യം പറയുന്ന മനസ്സിലാക്കുക. ഇപ്പോഴുള്ള എൻ്റെ 2 പെൺമക്കൾക്ക് പോലും ഇവിടെ ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതമില്ല. ഇനി ഇവളും കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ആകെ ഉള്ളത് ഇപ്പോൾ എപ്പോഴും കാണാൻ പറ്റുന്നത് നന്ദൂട്ടനെയാണ്. അവളെ കൂടെ നമുക്ക് പിന്നെയും കാണാൻ പറ്റാതായിപ്പോവും. അതുകൊണ്ട് ഇനി ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ അനന്തപുരിയുടെ പടി ചവിട്ടി പോകരുത്, പൊയ്ക്കോ എല്ലാണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക ഓട്ടിച്ച് വിടുകയാണ്. അങ്ങനെ അവർ ആ പോക്കെ അങ്ങ് പോവുകയാണ്. പിന്നീട് അവർ നമ്മുടെ നന്ദുവിനെ പോയി കാണുകയാണ്. നന്ദുവിനെ കണ്ടിട്ട് കാര്യം പറയുകയാണ്, നന്ദു, ഞങ്ങൾ നിൻ്റെ സങ്കടത്തിനുള്ള കാര്യമൊക്കെ മനസ്സിലായി കേട്ടോ, നിനക്ക് അനിയോട് ഇഷ്ടമല്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ മൂടിക്കെട്ടി നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. പറയേണ്ട സമയത്ത് നീ ഒന്നും പറഞ്ഞതുമില്ല. ഇപ്പോൾ അനിയുടെ വിവാഹമൊക്കെ അടുക്കുകയും ചെയ്തു. അപ്പോൾ നന്ദു പറയുകയാണ്, എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ,
എനിക്ക് അനിയോട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? എനിക്കങ്ങനെ ആരോടും പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല എന്നിങ്ങനെ നന്ദു പറയുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് പറയുകയാണ്, ആ അത് വിട്, ഞങ്ങളോട് ഇത് പറഞ്ഞതേ മറ്റാരുമല്ല, അനി തന്നെയാണ് പറഞ്ഞത്. അനി പറഞ്ഞത് എന്താണെന്നറിയാമോ? കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതൊന്നും അനിക്കൊരു പ്രശ്നമല്ല. നീ ഒരു വാക്ക് പറയുകയാണെങ്കിലുണ്ടല്ലോ, നിന്നെ വിവാഹം കഴിക്കാൻ അനി തയ്യാറാണ് എന്നാണ് അനി പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദു പറയണേ, ഏയ് എനിക്കങ്ങനെ അനിയോട് ഒരു ഇഷ്ടമല്ല. ഇത് പറയാനായിട്ടേ ഞങ്ങൾ പിന്നെ അനന്തപുരിയിൽ പോയതാണ്. ആരെ? നയനേച്ചിയെ കണ്ടിട്ട് കാര്യം പറയാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നത് നിൻ്റെ അമ്മയായിരുന്നു. നിൻ്റെ അമ്മ ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നയനേച്ചിയെ കാണാൻ പറ്റാഞ്ഞത്. നിന്നോടൊക്കെ ആരാടാ പറഞ്ഞത് നയനേച്ചിയെ കാണാൻ? എൻ്റെ കാര്യങ്ങളിൽ നീയൊക്കെ ഒറ്റെണ്ണോ ഇടപെട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അതിലൊരാളുടെ ഷർട്ടിൽ തൂക്കി ഇങ്ങെടുക്കുകയാണ്. അതിനുശേഷം നന്ദു അവരോട് ദേഷ്യപ്പെട്ടതിന് ശേഷം വണ്ടി വിട്ടങ്ങ് പോവുകയാണ്. വണ്ടി വിട്ട് പോകുമ്പോഴും നമ്മുടെ നന്ദുവിൻ്റെ മനസ്സ് ആകെ പാടെ കലങ്ങി മറിയാണ്. നന്ദു ഓരോരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇങ്ങനെ പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ കനക അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ നോക്കുമ്പോഴത്തേക്ക് മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ നയന നിൽക്കുകയാണ്. അപ്പോൾ നയന ചോദിക്കുകയാണ്, ആരാ അമ്മ ഇപ്പോൾ വന്നത്? ആര് വന്നില്ല മോളെ? ആരും വന്നില്ലെന്നൊന്നും അമ്മ എന്നോട് കള്ളമൊന്നും പറയണ്ട. ഞാൻ മോളിൽ നിന്ന് കണ്ടല്ലോ, നന്ദുവിൻ്റെ ഫ്രണ്ട്സാണല്ലോ വന്നത്. എന്നിട്ട് എന്താ അമ്മ അവരെ പറഞ്ഞു വിട്ടത് അകത്തേക്ക് വിളിക്കാതെ? ഓ പിന്നെ ഇനി അകത്തേക്ക് വിളിച്ചിട്ട് വേണം. ഇവിടെ ഉള്ളവർക്ക് ഒന്നാമത് ഞങ്ങളെ പോലും കണ്ടുകൂടാ, പിന്നെയാ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, പിന്നെയാ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വരുമ്പോൾ എന്നിങ്ങനെ പറയുകയാണ് കനക. അപ്പോൾ നയന പറയണ, അവർക്ക് എന്തോ സംസാരിക്കാനുണ്ടായിരുന്നു. അവർ എന്നെ കാണണമെന്നല്ലേ അമ്മ പറഞ്ഞത്, എന്നിട്ട് എന്താ എന്നെ കാണിക്കാഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കനക പറയണേ, അതവരങ്ങനെ പലതും പറയും, പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു മോളെ സംസാരിക്കാൻ, അവർ വെറുതെ വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവരെന്തൊക്കെയോ പറഞ്ഞു, അമ്മ അത് എന്നോട് പറയുന്നോ അതോ ഞാൻ അവരെ കാണണോ എന്നിങ്ങനെ ചോദിക്കണം. മോളെ ഒന്നുമില്ല, നന്ദുവിനെ പറ്റിയാണ് പറഞ്ഞത്. പിന്നെ നന്ദുവിനെ പറ്റി എന്താ അമ്മ പറഞ്ഞത്? അതെ, പഴയതുപോലെ ഇപ്പം നന്ദുവിനെ അവന്മാരെ കൂടെ കൂട്ടുകൂടാനൊന്നും ഞങ്ങൾ വിടത്തില്ല. ഞാൻ അച്ഛനോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് വന്നത്, പഴയതുപോലെ നന്ദുവിനെ വീട്ടിൽ നിന്ന് എങ്ങും ഇറക്കി വിടരുതെന്ന്. വലുതായി വരുന്നൊരു പെൺകുട്ടിയല്ലേ, കല്യാണ പ്രായവും ആവാറായി. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നന്ദുവിനെ വീട്ടിൽ നിന്ന് പുറത്തു വിടേണ്ടെന്ന്. അതുകൊണ്ട് നന്ദുവിനെ കാണാതായതുകൊണ്ടേ അവന്മാർ തിരക്കി ഇറങ്ങിയതാണ് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴത്തേക്ക് നയന പറയണം, അമ്മ പറയുന്നത് സത്യം തന്നെയാണോ, വിശ്വസിക്കാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കനക പറയണം, അത് മോളെ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യം എന്താ, ഞാൻ സത്യം തന്നെയാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ദേവയാനി വന്നിട്ട് പറയണം, ആ നയനേ നീ എന്തെടുക്കുക ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, ആ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ പറയണം. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശുണ്ട്, പിന്നെ നമ്മുടെ ആദർശും എല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അനിയാണെങ്കിൽ ഇങ്ങനെ ആകെ ചിന്തിച്ച് ഇങ്ങനെ ടെൻഷൻ, അത് പിന്നീടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്, അപ്പം തന്നെയുള്ള സമയമല്ല, പിന്നീട് ഉള്ള ഭാഗമാണ് കാണിക്കുന്നത്. നമ്മുടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ അനി. ആദർശ് ഒരു ലാപ്ടോപ്പ്, പുള്ളിക്കാരൻ്റെ കയ്യിൽ എപ്പോഴും ലാപ്ടോപ്പ് ആണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവയാനിയുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കനകയും നയനയും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ആദർശ് ചോദിക്കുകയാണ്, അനിയോട് ചോദിക്കുകയാണ്, നീ എന്താടാ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? നിൻ്റെ വിവാഹമൊക്കെ വിളിച്ചു തുടങ്ങിയല്ലോ, എന്നിട്ട് നിനക്കൊരു സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. അല്ല നിൻ്റെ ഫ്രണ്ട്സിനെ ഇന്ന് നിനക്ക് വിവാഹമൊന്നും വിളിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദേവയാനി പറയണം, ആ അനി ഇനി നിൻ്റെ കുട്ടികളികളൊക്കെ മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. 10-25 വയസ്സായില്ലേ നിനക്ക്, നീ ചെറിയ കുട്ടി ചമഞ്ഞ് ഇനി നിൽക്കുകയൊന്നും വേണ്ട. ഇനി 3 ബ്രാഞ്ചുകളാണ് നിന്നെ ഏൽപ്പിക്കാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ തന്നെ ഇവിടെ പുതിയതായിട്ടൊരു ബ്രാഞ്ചും കൂടെ ആരംഭിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയൊരു കമ്പനിയായിട്ട് തുടങ്ങാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ MDയും നീ തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ? ഈ 4 ബ്രാഞ്ചൊക്കെ എടുത്ത് അനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അനിക്ക് പറ്റുമോ അതൊക്കെ കൊണ്ട് ഇതൊക്കെ മേച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയണേ, എന്താ പറ്റാത്തത്? അപ്പോൾ ഇപ്പോൾ ഇവനൊരു ഉത്തരവാദിത്വം എടുത്ത് തലയിൽ വെക്കുന്നില്ലല്ലോ, അപ്പോൾ കൂടുതലായിട്ട് ഇവൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ അവനെക്കൊണ്ട് അവൻ ക്രമേണ എല്ലാം റെഡിയായിട്ട് വന്നോളും ആദ്യം ഒരു ബുദ്ധിമുട്ടേ കാണുള്ളൂ, പിന്നെ അതൊക്കെ അവൻ പഠിച്ച് കയറിക്കോളും എന്നിങ്ങനെ പറയുകയാണ് ദേവയാനി. ആരും വയറ്റിൽ നിന്നൊന്നും പഠിച്ചുകൊണ്ട് വരുന്നതല്ലല്ലോ, അവനും പതുക്കെ എല്ലാം പഠിച്ചോളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ജലജയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ ജലജ പറയുകയാണ്, അങ്ങനെ എനിക്കൊരു കാര്യം ചെയ്തൂടെ, അഭിയെ കൂടി ഏൽപ്പിച്ചുകൂടെ കാര്യങ്ങളൊക്കെ
എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ആദർശ് പറയണം, അതെന്ത് വർത്താന അപ്പച്ചി പറയുന്നത്? അഭിയെ എങ്ങനെ വിശ്വസിച്ചേൽപ്പിക്കാമെന്നാണ് പറയുന്നത്? ആദ്യം വേണ്ടതേ സത്യസന്ധതയാണ്. അത് തൊട്ട് തീണ്ടിയിട്ടില്ല അഭിക്ക്, പിന്നെ അഭിയെ എങ്ങനെ ഏൽപ്പിക്കണമെന്നാണ് ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ജലജ പറയണം, ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റില്ലേ എന്നും പറഞ്ഞിട്ട് അവനെ എങ്ങ് അകറ്റി നിർത്തുകയാണോ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, ഒരബദ്ധമൊന്നും അല്ലല്ലോ അപ്പച്ചി, ദേ നോക്ക്, ഇപ്പം തന്നെ നയനെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് വരച്ച ആ ഡിസൈൻ അവൻ്റെതാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് ഇവൻ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത്? അത് കള്ളമായിരുന്നെന്ന് തെളിഞ്ഞില്ലേ? ആ കള്ളത്തിന് അപ്പച്ചി കൂടി കൂട്ടുനിന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നയനയോടാണ് നമ്മുടെ ദേവയാനി പറയണത്, ആ നയനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് മറ്റൊന്നുമല്ല, നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ പെൺകുട്ടി വരികയാണ്, അനാമിക. അതിനി അധിക ദിവസമൊന്നുമില്ല. അവൾ വന്നു കഴിഞ്ഞാൽ അവളുടെ എല്ലാ കാര്യങ്ങളും നീ വേണം നോക്കാനായിട്ട്. അവൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. ഒരു ചായ പോലും അവൾക്ക് സ്വന്തമായിട്ട് ഇടാൻ പറ്റത്തില്ല. അവൾക്ക് എന്താവശ്യപ്പെട്ടാലും അത് അപ്പപ്പോഴും നീ ഈ കുടുംബത്തിലെ മൂത്ത മരുമകൾ എന്ന നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അനിക്ക് തീരെ സഹിക്കുന്നില്ല. അനി ചോദിക്കുകയാണ്, അതെന്താ എൻ്റെ ഭാര്യയായിട്ട് വരുന്നവർക്ക് എന്താ കയ്യും കാലും ഒന്നും ഇല്ലേ? അവളുടെ കാര്യം അവൾക്ക് എന്താ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? അതിനും കൂടി ഇനി ഏട്ടത്തി വേണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയണ, അതേ അനി, അവളൊരു ചെറിയ കുട്ടിയാണ്, അവൾക്കൊന്നും അറിയില്ല. പിന്നെ അടുക്കളയിൽ കയറിയും പാചകം ചെയ്തു ഒന്നും അതിനൊരു ശീലം ഉണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മറ്റൊരാൾ നോക്കിയേ പറ്റുള്ളൂ. നയനെ, അനാമികയ്ക്ക് എന്തെങ്കിലും ഒരു കുറവ് എന്തിനെങ്കിലും ഉണ്ടായാലുണ്ടല്ലോ, ഞാൻ നിന്നോടായിരിക്കും ചോദിക്കുന്നത്, നീ അതിന് സമാധാനം പറഞ്ഞേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് മണ്ടനായ ആദർശ് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ ലാപ്ടോപ്പിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തിന് ആദർശിന് കോള് വരികയാണ്. ആദർശ് കോൾ എടുക്കുകയാണ്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, അതായത് നമ്മുടെ നവ്യയെ ബ്ലാക്ക്മെയിൽ ചെയ്തില്ലേ, ആ പുള്ളിക്കാരൻ്റെ ഒരു കൂട്ടുകാരനെ പിടിച്ചിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അറിയാം ഇതിൻ്റെ പ്രധാന കണ്ണി ആരാണ് എന്നുള്ള കാര്യം അറിയാൻ പറ്റുമെന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജലജയുടെ ഹൃദയത്തിൽ കൂടെ ഒരു തീഗോളം ഇങ്ങനെ ഉരുണ്ട് പോവുകയാണ്. അപ്പോൾ ജലജ ഇനി അഭിയെ പിടിക്കുമോ എന്തോ എന്നൊക്കെയുള്ള ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ എന്താ പറയുന്നത്, അപ്പോഴും നമ്മുടെ കനകയുണ്ട്, നയനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ദേവയാനി ഉടനെ തന്നെ പറയണം, കണ്ടില്ലേ, നിൻ്റെ ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്തവൻ്റെ കൂട്ടുകാരനെയാണ് ഇപ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തെളിയും. പിന്നെ നിൻ്റെ ചേച്ചി അത്ര നല്ല പുള്ളിയൊന്നും അല്ലല്ലോ. ആ ഫോട്ടോയിൽ കാണുന്ന നിർമ്മലും നിൻ്റെ ചേച്ചിയായിട്ട് പണ്ടെന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നിൻ്റെയൊക്കെ കുടുംബമഹിമ ഇതൊക്കെ തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീയൊക്കെ അത്ര നല്ല പുള്ളികളല്ല, പക്ഷെ നിന്നെയൊക്കെ പോലൊന്നും അല്ല അനാമിക. അവൾ നല്ല കുടുംബമഹിമയുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, അല്ലാതെ നിൻ്റെ ചേച്ചിയും നിന്നെയൊന്നും പോലെയല്ല എന്നിങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ കനകയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. കനക ഇങ്ങനെ കൺട്രോൾ ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മുടെ ദേവയാനി പറയണം, അപ്പോൾ ഞാൻ പറഞ്ഞത് നീ മറക്കണ്ട, അനാമികയുടെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം. അപ്പോൾ ഉടനെ നമ്മുടെ നയന പറയാണ്, അത് അമ്മ എന്നോട് ഇങ്ങനെ എപ്പോഴും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം കണ്ടറിഞ്ഞ് ചെയ്യാൻ, അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കുന്നത്, ഇനി പ്രത്യേകിച്ച് എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് നയന. അപ്പോൾ നമ്മുടെ കനക പറയാണ്, അതെ എൻ്റെ നയനമോളോട് ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞാൽ മതി, എൻ്റെ മോൾ അതൊക്കെ ഓർത്തെടുത്ത് ചെയ്തോളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, അങ്ങനെ ചെയ്ത് ഇവക്ക് കൊള്ളാം എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് നമ്മുടെ ജലജ ഒറ്റൊരു ഓട്ടമല്ല പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അഭിയാണെങ്കിൽ വെള്ളം കുടിക്കുകയാണ്, ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ജലജ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്, എടാ മണ്ട, നീ എന്ത് ചെയ്താലും മണ്ടത്തരായിട്ടാണ് വരുന്നത്. ഇപ്പം നീ ഒരു കാര്യം ചെയ്തില്ലേ, അതിപ്പം നിന്നെ തിരിഞ്ഞു കൊത്താൻ പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അഭി ചോദിക്കുകയാണ്, എന്തിൻ്റെ കാര്യമാണ് അമ്മ ഈ പറയുന്നത്? എടാ, നീ ആ നിർമ്മൽ എന്ന് പറയുന്നവനെ കൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ടാക്കിയില്ലേ, ഫേക്ക് വീഡിയോ, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്. ആ നിർമ്മലിൻ്റെ ഒരു ഫ്രണ്ടിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി അവൻ വഴി ഇതിൻ്റെ പിന്നിലുള്ള ആളുകളുടെയൊക്കെ പേര് ഇപ്പം അറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവന്മാരെ പിടിച്ച് ചോദ്യം ചെയ്താലുണ്ടല്ലോ, നല്ല പെട കിട്ടുമ്പോൾ അവന്മാരെ ഉറപ്പായിട്ട് നിൻ്റെ പേര് പറയും എന്നിങ്ങനെ പറയുകയാണ്. അഭി ആകെ ഞെട്ടിത്തരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ജലജ പറയാണ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മൂർത്തി ജ്വല്ലറിയുടെ തലപ്പത്ത് നിന്നെ കൊണ്ടിരുത്തണമെന്നായിരുന്നു. ആദർശ് നിൻ്റെ താഴെ ഇരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നിട്ടിപ്പോൾ നീ വെറും ജോലിക്കാരനായിട്ട് തരം താണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? അനിക്ക് 3 ബ്രാഞ്ചുകൾ അനിയെ ഏൽപ്പിച്ചതിന് ശേഷം ഇപ്പോൾ പുതുതായിട്ട് പണി നടക്കുന്ന ആ ബ്രാഞ്ചിൻ്റെ MD ആയിട്ട് കൂടി അവനെ പ്രഖ്യാപിക്കണമെന്ന്. നിനക്കൊന്നും ഇല്ലടാ.
നിനക്ക് എന്നും ഇങ്ങനെയൊക്കെ ജീവിക്കാനായിരിക്കും വിധിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് ജലജ. അതിനുശേഷം പറയണ, ദേ ഇപ്പം നടന്ന ഈ ഒരു തിരിമറി ഉണ്ടല്ലോ, ഈ നിർമ്മലിൻ്റെ വിഷയം, അതുകൂടി ഇനിയിപ്പോൾ അതിന് പിന്നിലും നീയാണെന്ന് അറിയുമ്പോഴുണ്ടല്ലോ നിൻ്റെ സ്ഥാനം പുറത്തായിരിക്കും വീടിൻ്റെ. അതിൻ്റെ പിന്നാലെ ഞാനും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നിങ്ങനെ ജലജ പറയുകയാണ്. എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് ചെയ്യ് എന്നിങ്ങനെ പറയണം. പെട്ടെന്ന് തന്നെ അഭി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. സംസാരിച്ചതിന് ശേഷം ഫോൺ വച്ചതിന് ശേഷം ജലജയോട് പറയണം, അമ്മ പേടിക്കൊന്നും വേണ്ട, ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ അവനുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവൻ പറയുന്നത് അവനിപ്പോൾ ഇവിടെ എങ്ങും ഇല്ല. അതുകൊണ്ട് പോലീസുകാർ എത്ര അരിച്ച് പറക്കിയാലും അവനെ കിട്ടില്ല. അവൻ ഒളിവിലാണ്. പോലീസുകാർക്കൊന്നും ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്തത്ര ദൂരത്ത് ഒളിവിലാണ്. അതുകൊണ്ട് അവനെക്കുറിച്ച് ഓർത്ത് ഒട്ടും ടെൻഷൻ അടിക്കേണ്ടതാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ സമാധാനമായിട്ട് ഇരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ജലജയും നമ്മുടെ ജലജ അങ്ങ് പോവുകയാണ്. അങ്ങനെ അഭി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പണ്ടാറടങ്ങിയിരിക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ പത്തരമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡ് കഴിയുകയാണ്. ഇന്നത്തെ പത്തരമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമുള്ളവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് പ്രൊമോ വീഡിയോയുമായിട്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.